SK ചാനലിലേക്ക് സ്വാഗതം. KSR, KER, സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി SK ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളുടെ 2025-26 അക്കാദമിക് വർഷത്തെ 6ാം പ്രവൃത്തി ദിവസത്തെ വിവരങ്ങൾ സമ്പൂർണ്ണയിൽ വളരെ കൃത്യതയോടെ രേഖപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നു. DGE 9368/2025 1H2 തീയതി 14/5/2025 എന്ന സർക്കുലറിൽ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് വേണം സമ്പൂർണ്ണയിൽ കുട്ടികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താവൂ. സമ്പൂർണ്ണയിലെ 6ാം പ്രവൃത്തി ദിന റിപ്പോർട്ടിലെ വിവരങ്ങൾ അതേ രീതിയിൽ തന്നെ സമുന്നയിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് സ്കൂളുകളിലെ പ്രഥമാധ്യാപകർ വളരെ കൃത്യതയോടെയും ഗൗരവത്തോടെയും പ്രാധാന്യത്തോടുകൂടി വേണം UID വാലിഡേഷൻ ലിങ്ക് പരിശോധിച്ച് UID വാലിഡ് ആണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം 6th വർക്കിംഗ് ഡേ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാൻ. 6ാം പ്രവൃത്തി ദിവസത്തിൽ തന്നെ, അതായത് 10/6/2025 തന്നെ വാലിഡ് UID സമ്പൂർണ്ണയിൽ ചേർത്തിട്ടുള്ള കുട്ടികളെ മാത്രമേ ഈ വർഷത്തെ തസ്തിക നിർണയത്തിന് പരിഗണിക്കുകയുള്ളൂ എന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. 6ാം പ്രവൃത്തി ദിവസത്തിന് ശേഷം UID വാലിഡ് ആയാലും തസ്തിക നിർണയം പുതുക്കുന്നതിനുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല എന്ന് സർക്കുലർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം നടത്തിയതുപോലെ 2025-26 തസ്തിക നിർണയം സമുന്നയ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഈ വർഷവും നടത്തുന്നത്. ശ്രദ്ധിക്കുക, പൂർണ്ണമായും വാലിഡ് UID ഉള്ള കുട്ടികളെ മാത്രമേ ഈ വർഷം തസ്തിക നിർണയത്തിന് പരിഗണിക്കുകയുള്ളൂ. എന്നാൽ ഇതേ സമയം UID ഇല്ലാത്തതിൻ്റെ പേരിൽ കുട്ടികളുടെ സ്കൂൾ പ്രവേശനമോ അർഹതപ്പെട്ട മറ്റ് ആനുകൂല്യങ്ങളോ നിഷേധിക്കാനും പാടില്ല എന്ന് ഇതേ സർക്കുലർ തന്നെ വ്യക്തമാക്കുന്നു. 6ാം പ്രവൃത്തി ദിവസം സമ്പൂർണ്ണയിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ സ്റ്റാഫ് നിർണയം പൂർണ്ണമാക്കുന്നത്. അതുകൊണ്ട് 6ാം പ്രവൃത്തി ദിവസത്തിന് മുമ്പ് തന്നെ വളരെ കൃത്യതയോടെ യാതൊരുവിധ അപാകതകളും കൂടാതെ കുട്ടികളുടെ ഡീറ്റെയിൽസ് സമ്പൂർണ്ണയിൽ കൊടുക്കാൻ സ്കൂൾ അധികൃതർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 6ാം പ്രവൃത്തി ദിവസമായ 10/6/2025 വൈകുന്നേരം 5 മണി വരെ ഡാറ്റാസ് സ്വീകരിക്കും. 5 മണിയോടെ സമ്പൂർണ്ണ എൻട്രി ഡാറ്റ ഫ്രീസ് ചെയ്യുന്നതും സമ്പൂർണ്ണയിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ സമുന്നയിലേക്ക് സിങ്ക് ചെയ്യപ്പെടുന്നതാണെന്നുള്ള കാര്യം സ്കൂൾ അധികൃതർ ഓർത്തിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ലോവർ പ്രൈമറി തലത്തിൽ LP സെക്ഷനിൽ അധിക ഭാഷ അറബി, കൊങ്കണി അങ്ങനെ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലും മറ്റ് ക്ലാസ്സുകളിൽ പാർട്ട് 1, 2 മലയാളം, അറബിക്, സംസ്കൃതം എന്നിവ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലും പഠിക്കുന്ന ഭാഷയെ സംബന്ധിച്ചുള്ള വിവരം വളരെ കൃത്യതയോടെ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നീടുള്ള മാറ്റങ്ങൾ അനുവദിക്കുന്നതല്ല. തെറ്റായതോ അപൂർണമായതോ ആയി വിവരം നൽകിയത് മൂലം ഏതെങ്കിലും സ്കൂളിൽ ഡിവിഷൻ തസ്തിക നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം പ്രഥമ അധ്യാപകർക്കായിരിക്കുമെന്നും സർക്കുലർ ഓർമ്മപ്പെടുത്തുന്നു. സമ്പൂർണ്ണ ഡാഷ്ബോർഡിൽ കാണുന്ന UID വാലിഡേഷൻ ലിങ്ക് മുഖേന 6ാം സാധ്യമായ 6th വർക്കിംഗ് ഡേ ഡാറ്റാസ് പരിശോധിച്ച് UID വിവരങ്ങൾ വാലിഡേറ്റ് ചെയ്യേണ്ടതും ഇൻവാലിഡേറ്റ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ പ്രസ്തുത വിവരങ്ങൾ കാലേക്കൂട്ടി തന്നെ കൃത്യമാക്കാനായിട്ട് പ്രഥമ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും വിദ്യാർത്ഥിയുടെ UID വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മറ്റു സ്കൂളുകളിലാണ് ആ UID എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ അത് ആ സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ വേണ്ട നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം കാലേക്കൂട്ടി തന്നെ ചെയ്തു തീർക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ വിടുതൽ സർട്ടിഫിക്കറ്റ് രക്ഷകർത്താവ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തന്നെ അനുവദിക്കേണ്ടതും
UID ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണയിലെ വിവരങ്ങൾ പുതിയ സ്കൂളിലേക്ക് കൈമാറ്റം ചെയ്യേണ്ടതുമാണ്. ഇപ്രകാരം നടപടി സ്വീകരിക്കാത്ത പക്ഷം മറ്റൊരറിയിപ്പ് കൂടാതെ ബന്ധപ്പെട്ട പ്രഥമാധ്യാപകർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. സമ്പൂർണ്ണയിലെ ഡാഷ്ബോർഡിൽ ഡാറ്റ കളക്ഷൻ എന്ന മെനുവിൽ എല്ലാ ജീവനക്കാരെയും സ്കൂളിലെ അധ്യാപക ജീവനക്കാരുടെ വിവരങ്ങൾ കൃത്യതയോടെ രേഖപ്പെടുത്തിയിരിക്കണം 6th വർക്കിംഗ് ഡേയ്ക്ക് മുമ്പ്. നിലവിൽ സ്കൂളിൽ ഇല്ലാത്ത ജീവനക്കാരെ നീക്കം ചെയ്യേണ്ടതും പുതുതായി ചേർക്കേണ്ട ജീവനക്കാരെ ചേർക്കേണ്ടതുമാണ്. രേഖപ്പെടുത്തുന്ന വിവരങ്ങളുടെ കൃത്യത ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. നിലവിൽ ഈ വർഷം 6ാം പ്രവൃത്തി ദിന ഫോർമാറ്റിൽ സമ്പൂർണ്ണയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അത് മുൻകൂട്ടി തന്നെ ആ മാറ്റങ്ങൾ മനസ്സിലാക്കി വേണം 6ാം ദിവസത്തെ കുട്ടികളുടെ ഡേറ്റാസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. KER ചാപ്റ്റർ 4 ചട്ടം 8 പ്രകാരം സ്കൂൾ കെട്ടിടങ്ങളുടെ വാർഷിക അറ്റകുറ്റപ്പണികൾ മെയ് 15 മുമ്പ് പൂർത്തിയാക്കേണ്ടതും പ്രീ പ്രൈമറി ഉൾപ്പെടെയുള്ള സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾ 2025 അക്കാഡമിക് വർഷം തുറക്കുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാർ നൽകുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വാങ്ങിച്ചു സൂക്ഷിക്കേണ്ടതാണ്. മതിയായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് കണ്ടെത്താൽ അത് ഗുരുതരമായ തെറ്റായി നിയമവീഴ്ചയായി കണക്കാക്കി അവർക്കെതിരെ ചട്ടപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. കൂടാതെ ആസ്ബറ്റോസ്, ടിൻ, അലൂമിനിയം ഷീറ്റ് മേഞ്ഞ സ്കൂൾ കെട്ടിടങ്ങൾ സർക്കാർ ഉത്തരവിലെ നിർദ്ദേശപ്രകാരം സുരക്ഷാ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയിട്ടുണ്ടോ എന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തേണ്ടതാണ്. തുടങ്ങിയ ഈ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ പരിഗണിച്ചുകൊണ്ട് വേണം ഈ വർഷത്തെ 6th വർക്കിംഗ് ഡേ റോൾ സ്ട്രെങ്ത് സമ്പൂർണ്ണയിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടത്. താങ്ക് യു.